ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രൊട്ടക്റ്റഡ് ഒബ്ജക്ട്സ്. അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കുറച്ച് ഒബ്ജക്ട്സുകളും അത് എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് ഈ ടോപ്പിക്കിനകത്ത് പഠിക്കാനുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ട ഒബ്ജക്റ്റുകൾ ഏതാണെന്നാണ് പഠിക്കാനുള്ളത്. ഓക്കെ. The rise of multi-programming means that several aspects of a computer system required protection. അതായത് മൾട്ടി പ്രോഗ്രാമിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണെങ്കിൽ അത് കുറച്ച് ഒബ്ജക്റ്റുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. മൾട്ടി പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, കുറച്ച് ഒബ്ജക്റ്റുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് ഏതൊക്കെ ഒബ്ജക്റ്റുകൾക്കാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. മെമ്മറി, നമ്മുടെ സിസ്റ്റത്തിനകത്തെ മെമ്മറിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ എന്താണ്, ഷെയറബിൾ IO ഡിവൈസുകളായിട്ടുള്ള ജസ്റ്റ് ഡിസ്കുകളൊക്കെ ഇല്ലേ, ഷെയറബിൾ, അതായത് ലോക്കൽ ഡിസ്ക്, CD എന്നൊക്കെ പറഞ്ഞ ഷെയറബിൾ IO ഡിവൈസസുകൾ. അതുപോലെ എന്താണ്, സീരിയലി റീയൂസബിൾ IO ഡിവൈസസുകൾ, അതായത് നമ്മുടെ പ്രിൻറ്റേഴ്സ്, ടേപ്പ് ഡ്രൈവ്സുകൾ, അതൊക്കെ എന്താണ്, ഷെയറബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന IO ഡിവൈസുകൾക്കൊക്കെ എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഒബ്ജക്റ്റുകളാണ്. അതുപോലെ ഷെയറബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആൻഡ് സബ് പ്രൊസീജിയേഴ്സ്, പ്രോഗ്രാംസും അതുപോലെ സബ് പ്രൊസീജിയേഴ്സിനും എന്ത് ചെയ്യണം, പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ്. അതുപോലെ നെറ്റ്വർക്ക്സിൽ എന്താണ്, പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതുപോലെ എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴി ഷെയർ ചെയ്യുന്ന ഡേറ്റാസ്, അതായത് ഷെയറബിൾ ഡേറ്റാസിന് എന്താണ്, പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പം മെയിനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റുകളാണിത്. മെമ്മറി, ഷെയറബിൾ IO ഡിവൈസുകൾ, അതുപോലെ സീരിയലി റീയൂസബിൾ IO ഡിവൈസുകൾ, ഷെയറബിൾ പ്രോഗ്രാംസ്, അതുപോലെ സബ് പ്രൊസീജിയേഴ്സ്, ദെൻ നെറ്റ്വർക്ക്സുകൾ, അതുപോലെ ഷെയറബിൾ ഡേറ്റാസ്. അപ്പം ഇതെല്ലാം എന്താണ്, നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റുകളാണ്. ഓക്കെ. As it assumes responsibility for controlling sharing, the operating system had to protect these ഒബ്ജക്റ്റ്. അതായത് നമ്മൾ ഡേറ്റ ഷെയർ ചെയ്യുമല്ലോ, അതായത് മൾട്ടി പ്രോഗ്രാമിംഗ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡേറ്റ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്, അറ്റ് എ ടൈമിൽ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പം അവരുടെ ഒരു മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതിലെ ഒബ്ജക്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള റോള് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആയിരിക്കും, അല്ലേ? ഇത് ഒബ്ജക്റ്റുകളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഡേറ്റ ഷെയർ ചെയ്യുന്ന ടൈമിലൊക്കെ എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആ ഡേറ്റ മറ്റൊരാൾ ഹാക്ക് ചെയ്യാതിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്താണ്, മെനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്ഷൻ മെക്കാനിസം ഹാവ് ബീൻ സപ്പോർട്ടഡ് ബൈ ഹാർഡ്വെയർ. അതുപോലെ എന്താണ്, ഹാർഡ്വെയർ സപ്പോർട്ട് ചെയ്യുന്ന ഹാർഡ്വെയർ ഡിവൈസിൽ, സോഫ്റ്റ്വെയർ മാത്രമല്ല ഹാർഡ്വെയർ ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്ഷൻ മെക്കാനിസംസ് ഉണ്ട്. OS പ്രൊട്ടക്ഷൻ മെക്കാനിസംസ് ഉണ്ട്, ഹാർഡ്വെയർ സപ്പോർട്ട് ചെയ്യുന്ന. അതായത് ഹാർഡ്വെയേഴ്സിൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടുന്ന ഒരുപാട് മെക്കാനിസംസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരുന്ന് വെച്ചാൽ മതി ഏതൊക്കെ ഒബ്ജക്റ്റുകളാണെന്നുള്ളത്. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈനിൽ ഒരു ഒബ്ജക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു, ഈ പറയുന്ന ഒബ്ജക്റ്റുകളൊക്കെ എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റുകളാണെന്ന് പറയും. അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് അതൊന്ന് ഡിസൈൻ ചെയ്തേക്കുന്നത് അത് നമുക്കറിയാം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മോണോലിത്തിക് അല്ല, അതായത് ഒരു സിംഗിളായിട്ട് ജനറേറ്റ് ചെയ്യുന്നൊരു കാര്യമില്ല. OS എന്ന് പറഞ്ഞൊരു സിംഗിൾ ഒരു കാര്യം മാത്രമല്ല, മറിച്ച് എന്താണ്, കമ്പോസ്ഡ് ഓഫ് മെനി ഇൻഡിവിജ്വൽ റുട്ടീൻസ്, അതായത് ഒരുപാട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലേ? കുറേ കാര്യങ്ങളുടെ കോമ്പിനേഷനാണ് OS എന്ന് പറയുന്നത്. അതൊരു മോണോലിത്തിക് അല്ല, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, മറിച്ച് എന്താണ്, ഒരു സിംഗിളായിട്ടൊരു ലാർജ് ബ്ലോക്ക് ഓഫ് കോഡ്സ് ഒന്നും അല്ല OS എന്ന് പറയുന്നത്. എന്താണ്, കുറേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റുട്ടീൻസിൻ്റെ എല്ലാം കൂടെ കമ്പോസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അല്ലേ? അപ്പം ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കുറേ ലെവൽസ് ഓഫ് ഫങ്ഷൻസ്, അതുപോലെ പ്രൊട്ടക്ഷൻസ്, അതിനെല്ലാം കൂടെ കോമ്പിനേഷൻസാണ്. എ വെൽ സ്ട്രക്ചേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൾസോ ഇംപ്ലിമെൻറ്റ് സെവറൽ ലെവൽ ഓഫ് ഫങ്ഷൻസ് ആൻഡ് പ്രൊട്ടക്ഷൻസ്. അതായത് ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിനകത്ത് കുറേ ലെവൽ ബൈ ലെവലായിട്ടാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിനകത്ത് എന്താണ്, കുറേ ഫങ്ഷൻസ് ഉണ്ട്, അതുപോലെ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം എന്താണ്, ലെവൽ ബൈ ലെവലായിട്ട് എന്ത് ചെയ്തു, ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുവാണ്. അത് ഫ്രം ക്രിട്ടിക്കൽ ടു കോസ്മെറ്റിക്, അതായത് ക്രിട്ടിക്കൽ ടു കോസ്മെറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സെക്യൂരിറ്റി പർപ്പസ് തൊട്ട് എന്താണ്,
സെക്യൂരിറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരെ എന്താണ് ഈ ലെവൽ ബൈ ലെവലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിസൈനിൻ്റെ അകത്ത്. ദിസ് ഓർഡറിംഗ് ഈസ് ഫൈൻ കൺസെപ്ച്വലി ബട്ട് ഇൻ practice, specified functions span these layers. One way to visualize an operating system is in layers as shown in the figure. അതായത് എന്താണ് കൺസെപ്ച്വലി എന്താണ് ഇതൊരു ലെവൽ ബൈ ലെവലായിട്ട് ചെയ്യുമ്പം കൺസെപ്റ്റ് ബേസ്ഡിൽ എന്താണ് ഈസി ആയിട്ട് അല്ലെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. ഓരോരോ ലെവൽ ബൈ ലെവലായിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ഓരോ ഒബ്ജക്റ്റുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ലെയർ ബൈ ലെയർ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളൊരു ഫിഗറുണ്ട്. ആ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇത് കണ്ടോ, ഇതാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലെയറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഓരോ ലെയർ ബൈ ലെയറിലാണ് നമ്മുടെ എന്താണ് ഓരോ ഒബ്ജക്റ്റുകളെയും എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് മെയിനായിട്ട് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി കേണൽസ്, അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സെക്യൂരിറ്റി കേണൽസിൻ്റെ അകത്താണ് നമ്മുടെ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽസിൻ്റെ അകത്താണ് നമ്മുടെ സിൻക്രണൈസേഷൻ, അലോക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്നത്. അതുപോലെ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്താണെങ്കിലാണ് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫങ്ഷണൽ യൂട്ടിലിറ്റീസ്, അതുപോലെ ഫയൽ സിസ്റ്റംസ്, ഡിവൈസ് അലോക്കേഷൻസ്, അതുപോലെ എന്താണ് നമ്മുടെ ഷെഡ്യൂളിംഗ് കാര്യങ്ങൾ, അതായത് ടൈം ഷെയറിങ്, അതുപോലെ മെമ്മറി മാനേജ്മെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽസിൻ്റെ അകത്താണ് സിൻക്രണൈസേഷനും അലോക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ സെക്യൂരിറ്റി കേണൽ എന്ന് പറയുന്നത് നമ്മുടെ സെക്യൂരിറ്റി ഫങ്ഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് ഹാർഡ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഫങ്ഷൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് സെക്യൂരിറ്റി കേണൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്. പിന്നെ ലാസ്റ്റ് വേണം നമ്മുടെ യൂസർ ഇൻട്രാക്ഷൻ, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആ ഫിഗറിനകത്ത് അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ ടു ലീസ്റ്റ് ക്രിട്ടിക്കൽ വരെയുള്ള ഫങ്ഷൻസിനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ദിസ് ഫിഗർ ഷോ ഫങ്ഷൻസ് അറേഞ്ച്ഡ് ഫ്രം മോസ്റ്റ് ക്രിട്ടിക്കൽ ടു ലീസ്റ്റ് ക്രിട്ടിക്കൽ. അതായത് മോസ്റ്റ് സെക്യൂരിറ്റി വേണ്ട ഇത് തൊട്ട് ലീസ്റ്റ് ഏറ്റവും കുറവ് സെക്യൂരിറ്റി മതിയായിട്ടുള്ള കാര്യങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഈ ഓരോ ലെവലത്തിലാണ് പെർഫോം ചെയ്യുന്നത്. മോസ്റ്റ് ക്രിട്ടിക്കൽ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ബോട്ടമാണ്, ഏറ്റവും താഴെയാണ്. ഏറ്റവും സെക്യൂരിറ്റി വേണ്ടത് ഏറ്റവും താഴത്തെ കാര്യങ്ങൾക്ക്, ബോട്ടം തൊട്ടിട്ടുള്ള കാര്യങ്ങൾക്ക്. അതുപോലെ ലീസ്റ്റ് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ബോട്ടം, ഏറ്റവും കുറഞ്ഞത്. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആണ്. മോസ്റ്റ് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയസ്റ്റ് സെക്യൂരിറ്റി വേണ്ട കാര്യവും, ലീസ്റ്റ് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സെക്യൂരിറ്റി ആവശ്യമുള്ള കാര്യങ്ങളും. 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഓൾറെഡി. സെക്യൂരിറ്റി കേണൽസ് അത് എൻഫോഴ്സ് ചെയ്യുന്ന സെക്യൂരിറ്റീനെയാണ്, ലെവൽസ് ഓഫ് സെക്യൂരിറ്റി ഫങ്ഷൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ് സെക്യൂരിറ്റി കേണൽസ്. അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽസ് ആണെങ്കിൽ ആലോക്കേറ്റ് പ്രിമിറ്റീവ് റിസോഴ്സസ് സച്ച് ആസ് ടൈം, അതായത് ടൈം ഷെയറിങ്, ഓർ ആക്സസ് ടു ഹാർഡ്വെയർ ഡിവൈസ്, അതായത് നമ്മളൊരു ഹാർഡ്വെയർ ഡിവൈസുകളെ ആക്സസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ ടൈമുകൾ, അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽസ് ആണ്. അതുപോലെ അതിൻ്റെ അകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫങ്ഷൻസ് ടു ഇംപ്ലിമെൻറ്റ് യൂസർ ഇൻ്റർഫേസ് ടു ഹാർഡ്വെയർ, അതായത് യൂസർ ഇൻട്രാക്ഷൻ, നമ്മൾ ഹാർഡ്വെയർ വഴി സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യില്ല. അതായത് കീബോർഡിൽ കീ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സിസ്റ്റത്തിൽ അത് ഡിസ്പ്ലേ ആവത്തുള്ളൂ. അപ്പം ഹാർഡ്വെയർ ഇൻട്രാക്ഷൻ, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് പോലെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാണ്. അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ ഏറ്റവും അവസാനം കാറ്റഗറിയിൽ വരാത്ത കാര്യങ്ങളാണ് യൂസർ പ്രോസസ്സുകൾ, അത് യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആൻഡ് ദെൻ യൂസർ ആപ്ലിക്കേഷൻ. യൂട്ടിലിറ്റി ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സിസ്റ്റത്തിലുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. ടൈം, ഡേറ്റ്, ക്ലോക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. അതുപോലെ യൂസറിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ, അതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള കാര്യമാണ്. സിസ്റ്റം യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആൻഡ് ദ യൂസർ ആപ്ലിക്കേഷൻസ്. The critical function of controlling hardware and enforcing security are said to be in lower or inner layer. അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള, അതെങ്കിൽ
നമ്മുടെ പറഞ്ഞല്ലോ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് പറയുന്ന വേർഡാണ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഹാർഡ്വെയർ അതുപോലെ നമ്മുടെ സെക്യൂരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ലോവർ അല്ലെങ്കിൽ ഇന്നർ ലെയറിലാണ് മെയിനായിട്ടുള്ളത്, ഈ ലോവർ അല്ലെങ്കിൽ ഇന്നർ ലെയറിൽ. അതുപോലെ ലെസ് ക്രിട്ടിക്കൽ ഫങ്ഷൻസ് അപ്പർ ലെയർ ഓർ ഔട്ടർ ലെയേഴ്സിലായിരിക്കും. ഹാർഡ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രിട്ടിക്കൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അത് ലോവർ ലെയറിലും. ലീസ്റ്റ് ക്രിട്ടിക്കൽ അതായത് സെക്യൂരിറ്റി കുറവ് മതിയുള്ള കാര്യങ്ങൾ അതെന്താണ് അപ്പർ ലെയറിലുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഒബ്ജക്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ബേസിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലെവൽ ബൈ ലെവലായിട്ടാണ്. മെയിനായിട്ട് 3 കാറ്റഗറി ബേസിലാണ്: സെക്യൂരിറ്റി കേണൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽ, ദെൻ ലാസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സെക്യൂരിറ്റി കേണൽ ആണെങ്കിൽ എൻഫോഴ്സ് ദ സെക്യൂരിറ്റി എൻഫോഴ്സ് ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽ ആണെങ്കിൽ എന്താണ്, നമ്മുടെ ടൈം അതുപോലെ ഡിവൈസുകൾ ആക്സസ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണലാണ്. പ്രിമിറ്റീവ് ആയിട്ടുള്ള റിസോഴ്സുകളെയൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണലാണ്. അതുപോലെ ലാസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂസർ ഹാർഡ്വെയേഴ്സുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ നമ്മുടെ ടൈം ഷെയറിങ്, മെമ്മറി മാനേജ്മെൻ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ്. പിന്നെ OSൻ്റെ ഏറ്റവും ടോപ്പിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ശേഷം എന്താണുള്ളത്, സിസ്റ്റം യൂട്ടിലിറ്റി ഫംഗ്ഷൻസും അതുപോലെ യൂസർ ആപ്ലിക്കേഷൻസും ഉണ്ട്. ദെൻ എന്താണ് ഓൾമോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ടോപ്പ് ലെയർ അല്ലെങ്കിൽ ഇന്നർ ലെയറിൽ. അതുപോലെ എന്താണ് ലെസ് ക്രിട്ടിക്കൽ ഫങ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന അപ്പർ ഓർ ഔട്ടർ ലെയറിലാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഔട്ടർ ലെയറിൽ ഓർ അപ്പർ ലെയറിൽ ലെസ് ക്രിട്ടിക്കൽ ഫങ്ഷൻസ്. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മീൻ ചെയ്യുന്നത് നമ്മുടെ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആണ്. ഹൈ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, ലോ ക്രിട്ടിക്കൽ ആണെങ്കിൽ ലോ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലീസ്റ്റ് ക്രിട്ടിക്കൽ ആണെങ്കിൽ ലോ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരുന്നത്. ജസ്റ്റ് ആ ഫിഗറൊക്കെ ഒന്ന് വരച്ച് വെക്കുക. എക്സാമിന് ഫിഗേഴ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 3 കാറ്റഗറീസും ആ ഓരോ കാറ്റഗറിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതാണ്. നമ്മുടെ ഹാർഡ്വെയറും സെക്യൂരിറ്റി ഫംഗ്ഷനെ ഹാൻഡിൽ ചെയ്യുന്ന സെക്യൂരിറ്റി കേണലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണലിനെ ഹാൻഡിൽ ചെയ്യുന്ന സിൻക്രണൈസേഷൻ അലോക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽ എന്ന് പറയുന്ന കാര്യങ്ങൾ സിൻക്രണൈസേഷൻ അലോക്കേഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാർഡ്വെയർ, സെക്യൂരിറ്റി മെഷീൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണലിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ സെക്യൂരിറ്റി കേണലും ഉൾപ്പെടുന്നതാണ്. അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്തുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽസും സെക്യൂരിറ്റി കേണൽസും ഉൾപ്പെടെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ നമ്മളിപ്പം ഒബ്ജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിൽ ഏറ്റവും നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് പാസ്വേഡ് ഓതൻറ്റിക്കേഷൻ. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്യൂരിറ്റി റെലവൻറ്റ് OS ആക്ടിവിറ്റി. യൂസർ ഓതൻറ്റിക്കേഷൻ ഫങ്ഷൻസ് ആർ ഇംപ്ലിമെൻറ്റഡ് ഇൻ സെവറൽ പ്ലേസസ്. അതായത് യൂസർ ഓതൻറ്റിക്കേഷൻ അല്ലെങ്കിൽ പാസ്വേഡ് ഓതൻറ്റിക്കേഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കുറച്ച് ലെവൽ ബൈ ലെവലായിട്ടാണ്. അതും നമ്മൾ ലെയർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഓതൻറ്റിക്കേഷൻ ഫംഗ്ഷൻ സ്പാനിങ് ലെയേഴ്സ്, ഇത് 4 ലെയേഴ്സാണ്. ഫസ്റ്റ് ലെയറിൻ്റെ അകത്ത് ഒരു യൂസർ ഓതൻറ്റിക്കേഷൻ മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു മെയിൻ മൊഡ്യൂളാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലെയറിൻ്റെ അകത്ത് എന്തായിരിക്കും, നമ്മുടെ യൂസർ ഇൻ്റർഫേസ് ആണ്, യൂസർ ഇൻട്രാക്റ്റീവ് ആണ്. യൂസർ ഐഡിയും പാസ്വേഡും അടിച്ചിട്ട് നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്യുന്നു. ശേഷം സെക്കൻഡ് ലെയറിൻ്റെ അകത്താണ് യൂസർ ID ലുക്കപ്പ്. നമ്മൾ കൊടുക്കുന്ന യൂസർ ID അവിടെ നിലവിലുള്ള യൂസർ ID ആയിട്ട് മാച്ച് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് യൂസർ ID ലുക്കപ്പ്. ദെൻ തേർഡ് ലെയറിൻ്റെ അകത്ത് ഓതൻറ്റിക്കേഷൻ ഡേറ്റ കമ്പാരിസൺ. അതായത് നമ്മൾ അടിച്ചതും നിലവിൽ അവിടെ ഉള്ളതും തമ്മിൽ എന്ത് ചെയ്യുക, ഓതൻറ്റിക്കേറ്റ് ചെയ്യുവാണ്. ജെന്യുവിൻ ആയിട്ടുള്ള ആളാണോ അല്ലയോ എന്ന് ഡേറ്റ കമ്പയർ ചെയ്ത് നോക്കുവാണ്. ലാസ്റ്റ് ഓതൻറ്റിക്കേഷൻ ഡേറ്റ അപ്ഡേറ്റ്സ്. ഒരു സർക്കുലർ ലെയറാണ് ഇത് ഫോം ചെയ്തേക്കുന്നത്, ഒരു സർക്കുലർ ലെയർ ആയിരുന്നു. ഈ ലെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവൽ ബൈ ലെവൽ വൺ ആഫ്റ്റർ അനദർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്തേ ഉള്ളൂ. ഇത് സർക്കുലർ ലെയറിൽ ഡിസ്പ്ലേ ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഓതൻറ്റിക്കേഷൻ മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള കോഡാണെങ്കിൽ ആദ്യത്തെ ലെയറിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ലീസ്റ്റ് ഏറ്റവും അത്ര വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും, യൂസർ ഇൻ്റർഫേസ് കേസിൽ തന്നെ എന്ത് ചെയ്യും,
അതിനെ ജെനുവിൻ അല്ലെന്ന് കണ്ടുപിടിക്കും. ഓക്കെ. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ഫോർ സെൽഫ് പ്രൊട്ടക്ഷൻ. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ തന്നെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ഡിസൈൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ഫോർ സെൽഫ് പ്രൊട്ടക്ഷൻ ഓർ OS മസ്റ്റ് പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ് എഗനസ്റ്റ് കോംപ്രമൈസ് ടു ബി ഏബിൾ ടു എൻഫോഴ്സ് സെക്യൂരിറ്റി. അതായത് OSൻ്റേതായ ഒരു സെക്യൂരിറ്റി എന്ത് ചെയ്യണം, എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അത് സെൽഫായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, മറ്റുള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ഡിഫെൻസ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യും ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മസ്റ്റ് പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഇറ്റ്സ് യൂസേഴ്സ് ആൻഡ് റിസോഴ്സ്. അതായത് OS യൂസ് ചെയ്യുന്ന യൂസേഴ്സ് അതുപോലെ ആക്സസ് ചെയ്യുന്ന റിസോഴ്സുകളിൽ നിന്നൊക്കെ എന്താണ് ഒരു പ്രൊട്ടക്ഷൻ OS തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്, അതായത് ആ ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ അതെന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രൊട്ടക്ഷനും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്ഷനും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് ഒരു OS ലോഡ് ചെയ്യുന്നത് ടൈമിൽ തന്നെ. സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നത് എന്താണ്, ബയോസ്, അതുപോലെ എന്താണ് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ, ശേഷം പ്രിമിറ്റീവ് കേണൽസ്, ദെൻ പ്രിമിറ്റീവ് ഫങ്ഷൻസ്, ദെൻ അഡ്വാൻസ്ഡ് ഫങ്ഷൻസ്, ഇത് ലെവൽ ബൈ ലെവലായിട്ട് വൺ ആഫ്റ്റർ അനദർ ആയിട്ട് എന്ത് ചെയ്യും, സ്റ്റേജ് ആയിട്ട് ലോഡ് ചെയ്യും ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ബയോസൊക്കെ നമുക്കറിയാത്ത കാര്യമില്ല. സിസ്റ്റം ഓൺ ചെയ്യുന്ന ടൈമിൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡായിട്ട് വരുന്ന ടൈമിൽ എന്താണ് വരുന്ന കാര്യമാണ് ബയോസ്. അതുപോലെ ബൂട്ട് സ്ട്രാപ്പ് ലോഡർ ഒക്കെ. ദെൻ നമുക്കിനി അത് ഓരോന്നും എങ്ങനെ ഈ ഓരോ സ്റ്റേജിലും എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ദ പ്രോസസ് സ്റ്റാർട്ട് വിത്ത് ബേസിക് IO സപ്പോർട്ട് ഫോർ ആക്സസ് ടു ബൂട്ട് ഡിവൈസ്. അതായത് നമ്മൾ അതായത് പ്രോസസ്സ് ഒരു സിസ്റ്റം ഓൺ ചെയ്യുന്ന ടൈമിൽ എന്താണ് ആദ്യം എന്താണ് IO ഡിവൈസുകളൊക്കെ എന്ത് ചെയ്യണം, ബൂട്ട് ചെയ്ത് ഓൺ ആയിട്ട് വരുവാണ് ചെയ്യുന്നല്ലേ. സ്റ്റാർട്ട് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള IO സപ്പോർട്ട് ഫോർ ആക്സസ് ടു ദ ബൂട്ട് ഡിവൈസ്. ഹാർഡ്വെയർ ഡിവൈസ് ഫ്രം വിച്ച് നെക്സ്റ്റ് സ്റ്റേജ് ആർ ലോഡഡ്. നെക്സ്റ്റ് ബൂട്ടിംഗ് നടന്നു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ്വെയർ ഡിവൈസുകളെ ലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സിസ്റ്റം ലോഡ് ചെയ്തു ശേഷം എന്താണ് ഹാർഡ്വെയർ കണക്ട് ചെയ്തിട്ടുള്ള പ്രിൻറ്റേഴ്സ്, മൗസ്, കീബോർഡ് പോലുള്ള ഹാർഡ്വെയർ ഡിവൈസുകളെ ലോഡ് ചെയ്തെടുക്കുന്നു. ശേഷം എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് സംതിങ് കോൾഡ് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. അതിനുശേഷം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് ബൂട്ട് സ്ട്രാപ്പ് ലോഡേഴ്സ് എന്ന് പറയുന്നത്. ബൂട്ട് സ്ട്രാപ്പ് ലോഡേഴ്സ് software to fetch and install the next piece of the operating system pulling by its bootstrap, hence the name. അതായത് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട്സ്ട്രാപ്പിനെ ലോഡ് ചെയ്തിട്ട് സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഫെച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. നമ്മുടെ ഇപ്പോൾ വിൻഡോസ് 10 ആണെങ്കിൽ 10, 8 ആണെങ്കിൽ 8, അത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ അതിനെ ഫെച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പൺ ആകും. നെക്സ്റ്റ് ആണ് പ്രിമിറ്റീവ് കേണൽസ്. പ്രിമിറ്റീവ് കേണൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ലോ ലെവൽ ആയിട്ടുള്ള ഫങ്ഷൻസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ചില ലോ ലെവൽ ഫങ്ഷൻസിനെയാണ് പ്രിമിറ്റീവ് കേണൽസ് സപ്പോർട്ട് ചെയ്യുന്നത്. സച്ചാസ് സിൻക്രണൈസേഷൻ, അതുപോലെ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, ആക്സസ് കൺട്രോളുകൾ. അതായത് ഇന്ന കാര്യങ്ങളെ ആക്സസ് ചെയ്യാൻ നമുക്ക് പാടുള്ളൂ എന്നൊക്കെ സിസ്റ്റത്തിലുണ്ടല്ലോ. അപ്പം സിൻക്രണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ ഒരു റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഡെഡ് ലോക്കിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻക്രണൈസേഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേറെ ഒരു പ്രോസസ്സിൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോസസ്സ് മറ്റേ പ്രോസസ്സുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനാണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ആക്സസ് കൺട്രോളുകൾ, ആരാണ് ഏത് ഡേറ്റയാണ് ആക്സസ് ചെയ്യാൻ റൈറ്റ്സ് ഉള്ളതെന്ന് ആക്സസ് കൺട്രോൾ. അതുപോലെ സെക്യൂരിറ്റി ഇഷ്യൂസ്, യൂസർ ID അല്ലെ പാസ്വേഡ് അടിച്ചിട്ട് വേണം നമ്മൾ സിസ്റ്റത്തിലേക്ക് OS ആക്സസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് പ്രിമിറ്റീവ് കേണലായിരിക്കും. പ്രിമിറ്റീവ് കേണലാണ്. Those functions is turn help develop advanced functions such as file system, directory structure and third-party add-ons on to the operating system. അതിനുശേഷം എന്തായിരിക്കും, പ്രിമിറ്റീവ് കേണൽസ് എല്ലാം ഓണായി ലോഡ് ചെയ്തു. അതിനുശേഷം എന്താണ് പ്രിമിറ്റീവ് ഫങ്ഷൻസ് ആണ്. അതായത് നമ്മുടെ ഫയൽ സിസ്റ്റംസ്, അതുപോലെ ഡയറക്ടറി സ്ട്രക്ചേഴ്സ്, അതുപോലെ തേർഡ് പാർട്ടി ആഡ് ഓൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏതൊരു ഹാർഡ്വെയർ യൂണിറ്റ് ദാറ്റ് ക്യാൻ ബി ആഡ് ടു എ കമ്പ്യൂട്ടർ ടു ഇൻക്രീസ് ഇറ്റ്സ് കേപ്പബിലിറ്റി. അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ഹാർഡ്വെയർ ഡിവൈസ്
നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോഗ്രാം യൂട്ടിലിറ്റീസ്, നമുക്ക് നമ്മുടെ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യാൻ വേണ്ടുന്ന കുറേ എക്സ്ട്രാ കോഡുകൾ, അതിനെയാണ് നമ്മൾ ആഡ് ഓൺസ് എന്ന് പറയുന്നത്. ആഡ് ഓൺസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില കമ്പ്യൂട്ടേഴ്സിലൊക്കെ എന്താണ് ചില കാർഡുകൾ എക്സ്ട്രാ നമ്മൾ കാർഡുകൾ യൂസ് ചെയ്യും സൗണ്ടിന് വേണ്ടി, അല്ലെങ്കിൽ എന്താണ് ഗ്രാഫിക് ആക്സിലറേഷൻ, ഗ്രാഫിക് കാർഡുകൾ യൂസ് ചെയ്യും. അതുപോലെ മോഡംസ് യൂസ് ചെയ്യും, മോഡം കേപ്പബിലിറ്റി, അല്ലെങ്കിൽ എക്സ്ട്രാ മെമ്മറീസ് യൂസ് ചെയ്യും. പെൻ ഡ്രൈവുകളൊക്കെ എന്താണ് മെമ്മറി സൈസ് ഇല്ലെങ്കിൽ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ലോഡ് ചെയ്യുന്നതാണ് എന്താണ് പ്രിമിറ്റീവ് ഫംഗ്ഷൻ്റെ അകത്ത്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഫംഗ്ഷൻ്റെ അകത്ത് നടക്കുന്നത്. ദെൻ എന്താണ് ഇതെല്ലാം ലോഡ് ചെയ്തിട്ട് അറ്റ് ദ എൻഡ് സപ്പോർട്ട് ഓഫ് യൂസേഴ്സ് സച്ച് ആസ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഇസ് ആക്റ്റീവ്. അതിനുശേഷം എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് സപ്പോർട്ട് ആവത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ലോഡ് ആയതിനു ശേഷമേ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് യൂസറിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിലേക്ക് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വൺ നമ്മളിപ്പം ഇന്ന് നോക്കിയ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഒബ്ജക്റ്റ് ആയിരുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് സെക്യൂരിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾ ഏതാണെന്ന് നോക്കി. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒബ്ജക്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടൈമിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിസൈൻ നോക്കി. പ്രൊട്ടക്റ്റഡ് ഒബ്ജക്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടൈമിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിസൈൻ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ലെവൽ ബൈ ലെവലായിട്ടാണ് ഓരോ ഒബ്ജക്റ്റുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കി. അടുത്ത മെയിൻ 3 കാറ്റഗറി ആയിരുന്നു ഉണ്ടായിരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിസൈനിൻ്റെ അകത്ത്. സെക്യൂരിറ്റി കേണൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽ, അതുപോലെ എന്തായിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ പിന്നെ നോക്കിയതായിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സ്വന്തമായിട്ട് തന്നെ ഇറ്റ്സെൽഫായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് OS ലോഡ് ചെയ്യുന്ന ടൈമിലാണ്. അപ്പം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കിയത് അല്ലേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡിംഗ് സ്റ്റേജ് നോക്കി. ആദ്യം ബയോസ് ലോഡ് ചെയ്യും, പിന്നെ ബൂട്ട് സ്ട്രാപ്പ് ലോഡേഴ്സ് ലോഡ് ചെയ്യും, ദെൻ പ്രിമിറ്റീവ് കേണൽസ് അതുപോലെ പ്രിമിറ്റീവ് ഫങ്ഷൻസ് ലോഡ് ചെയ്യും, ദെൻ നമുക്ക് വേണ്ടുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ലോഡ് ചെയ്യും, പിന്നെ നമ്മുടെ ആഡ് ഓൺസ്, അതായത് നമുക്ക് വേണ്ടുന്ന നമ്മളിപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്ന ഹാർഡ്വെയർസ് അതുപോലെ പ്രോഗ്രാം യൂട്ടിലിറ്റീസ് ഒക്കെ ലോഡാവും. അതിനുശേഷം മാത്രമേ നമുക്ക് യൂസറിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആക്ടിവേറ്റ് ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നോക്കിയത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റഡ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്റ്റഡ് ഒബ്ജക്റ്റുകൾ. ഇതൊന്നും വലിയതൊന്നുമില്ല, നിങ്ങളിത് ഈ ടേംസൊക്കെ യൂസ് ചെയ്താൽ ഓർത്തിരുന്നാൽ മതി. എന്തിനാണെന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ഈ ലെവൽ ബൈ ലെവലായിട്ട് OS ലോഡ് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. ആ ഓരോ സ്റ്റെപ്പിലും എന്താണ് ലോഡ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തതാണ് അല്ലേ. ഓക്കെ, താങ്ക് യു.